ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 months ക്രാഷ് കോഴ്സ് ഫോർ സെറ്റ് ഇംഗ്ലീഷ് ആൻഡ് സെറ്റ് ജനറൽ പേപ്പർ 1. നമുക്കറിയാവുന്ന പോലെ സെറ്റ് ഒഫീഷ്യൽ സെറ്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്, ഈ ഒരു രണ്ടാം പാദം നടക്കാനായിട്ട് പോകുന്നത് ജൂലൈ മാസം 28-ാം തീയതിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇനി ഒരു വീഡിയോ ചെയ്യുന്നത് മുതൽ ആ ഒരു എക്സാം ഡേറ്റ് വരെ കൃത്യമായി പറയുകയാണെങ്കിൽ 70ഓളം ദിവസങ്ങളാണുള്ളത്. അത് നമ്മൾ കൃത്യമായി ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ കൃത്യം ഒരു 2 മാസം സമയം നിങ്ങൾക്ക് മുന്നിൽ ഇനിയുമുണ്ട്. ആ 2 മാസം എങ്ങനെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പഠനവുമായി കോൺസെൻട്രേറ്റ് ചെയ്യില്ല, പഠനത്തിൽ എങ്ങനെ മികവുറ്റതാക്കാം, എങ്ങനെ സെറ്റ് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്തെടുക്കാം എന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ ഓഫർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ക്രാഷ് ബാച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അഡ്മിഷൻസ് നടക്കുകയാണ്. ആ ഒരു വിവരം എല്ലാ പബ്ലിക്കായിട്ടുള്ള എല്ലാവരുടെയും കൺസേണിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായി ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 months ക്രാഷ് കോഴ്സാണ്. അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നൽകുന്നത് ഒന്നാമത് PDF മെറ്റീരിയൽസ് ആണ്. PDF മെറ്റീരിയൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാവുന്ന പോലെ സിലബസ് പ്രകാരം ഇപ്പോൾ ജനറൽ പേപ്പർ 1 ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സെറ്റ് ജനറൽ പേപ്പർ 2 അല്ല, സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 ആയിക്കോട്ടെ, ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിലെല്ലാം കൃത്യമായി സിലബസ് പ്രകാരം 6 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഓരോ യൂണിറ്റ് വൈസ്, അതായത് സെപ്പറേറ്റ് ഓരോ യൂണിറ്റ് 1നുമായി ബന്ധപ്പെട്ടുള്ള PDF മെറ്റീരിയൽസ് സെപ്പറേറ്റ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ യൂണിറ്റ് 2മായി ബന്ധപ്പെട്ടുള്ള PDF മെറ്റീരിയൽസ്, ആ PDF മെറ്റീരിയൽസ് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഏത് ആൾക്കും, അതായത് അത്യാവശ്യം ലിറ്ററേച്ചറുമായിട്ട് ബന്ധമുള്ള, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വായിക്കാനും മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതി ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിലും സിമ്പിൾ ഫോണിലൊക്കെയാണ് നമ്മൾ ആ ഒരു PDF മെറ്റീരിയൽസ് ഒരുക്കിയിരിക്കുന്നത്. അതാണ് PDF മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്. ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം ലൈവ് ക്ലാസ്സുകളായിരിക്കില്ല. പലരും ജോയിൻ ചെയ്യുന്നവർ, പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ഈ ഒരു സമയം വെക്കേഷൻ ആവാം, എങ്കിലും മറ്റ് പല തിരക്കുകളുള്ളവരായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഒരു ലൈവ് ക്ലാസ് വെക്കുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ടാണ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ. നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയം ഏതാണോ അത് നിങ്ങൾക്കനുസരിച്ച് കാണാനായിട്ടുള്ള സൗകര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിൽ എന്താണ് നമ്മൾ കവർ ചെയ്യുന്നത് ചോദിച്ചാൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള PDF മെറ്റീരിയൽസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടും അതിൽ പറയാത്തതുമായ കാര്യങ്ങളും കുറച്ചും കൂടി അതായത് ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സുകൾ. ഇതേപോലെ ഓരോ യൂണിറ്റും ഓരോ സെക്ഷനും ഫോക്കസ് ചെയ്ത് ഓരോ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവുക. തുടർന്ന് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് എക്സാം എഴുതുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ 2016 മുതൽ ആണ് സിലബസ് ചേഞ്ച് ചെയ്തെങ്കിൽ പോലും 2010 മുതൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിൻ്റെ അടക്കം ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ്, വീഡിയോസാണ് അതിൽ ലഭ്യമാകുക. പിന്നെ ഈ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും 6 യൂണിറ്റുകളും പഠിക്കാൻ കൃത്യമായ സമയം തരും നമ്മൾ. അത് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂസ് ഒരു സീരീസ് ഓഫ് എക്സാം എന്ന രീതിയിലാണ് മോക്ക് ടെസ്റ്റ് വരിക. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത് വെച്ചാൽ, പലരും പല അക്കാഡമിയും ചെയ്യുന്നത് ഓരോ യൂണിറ്റ് പഠിക്കുന്നു, അതപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എക്സാം നടത്തുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ നടത്തിയ സമയത്ത് പല വിദ്യാർത്ഥികളിലും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ആ പഠിക്കാനുള്ള ഓരോ യൂണിറ്റിൻ്റെ എക്സാം നടക്കുന്ന സമയത്ത് മാത്രം യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നതല്ലാതെ ഓരോ യൂണിറ്റ് കവർ ചെയ്ത് എക്സാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരുടെ ഒരു മൈൻഡ് ഔട്ടായി മാറുന്നു. അവരത് പഠിച്ചതൊക്കെ മറന്നു പോകുന്ന കാര്യമാണ്. പലരും റിവിഷൻ ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അത് മുൻനിർത്തിയാണ് നമ്മൾ ആദ്യം ഫുൾ 6 യൂണിറ്റും പഠിക്കാൻ ടൈം നൽകും. അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന 1ാമത്തെ യൂണിറ്റ് മുതൽ 6ാമത്തെ യൂണിറ്റ് വരെ കൃത്യമായ ഒരു ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസവും ഏതാണ് എക്സാം വരിക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ മോക്ക് എക്സാമുകളായിരിക്കും, മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരിക്കും. പഠിച്ചു കഴിഞ്ഞ ശേഷം കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നൽകുക. അത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ എക്സാമാണ്. മോഡൽ എക്സാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ജൂലൈ മാസം 28-ാം തീയതിയാണ് എക്സാം. അപ്പോൾ ജൂലൈ മാസം 27-ാം തീയതി തലേ ദിവസം കൃത്യമായി 120ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന യഥാർത്ഥ സെറ്റ് എക്സാം എങ്ങനെയായിരിക്കും അതേ രീതിയിലായിരിക്കും മോഡൽ എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ക്രാഷ് ബാച്ച് 2 months ക്രാഷ് ബാച്ചിലേക്ക് സെറ്റ് ഇംഗ്ലീഷിനായാലും അതോടൊപ്പം തന്നെ സെറ്റ് ജനറൽ പേപ്പർ 1നും ഇതേ ഫീച്ചേഴ്സ് തന്നെ ലഭ്യമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ താരതമ്യേന കുറഞ്ഞ നിരക്കിലും വാലിഡിറ്റിയും കൂട്ടിയിട്ടാണ് നമ്മൾ തരുന്നത്. പല അക്കാഡമീസും കൃത്യമായി ഈ ഒരു ടൈം പീരീഡ്, ഏത് എക്സാമിലേക്കാണ് നിങ്ങൾ എഴുതുന്നത്, ആ ഒരു എക്സാം കഴിഞ്ഞാലുടൻ അതിൻ്റെ അതിൻ്റെ വാലിഡിറ്റി അവർ കട്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷെ നമ്മൾ അതിങ്ങനെ ചെയ്യാറില്ല. അടുത്ത എക്സാം വരെ നിങ്ങൾക്ക് പഠിക്കാം. അതായത് ഈ ഒരു എക്സാം മാത്രമല്ല, അത് കഴിഞ്ഞ് വരുന്ന എക്സാമിൽ വരെ ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾ ആദ്യം അടയ്ക്കുന്ന ഇനീഷ്യൽ എമൗണ്ട് അല്ലാതെ എക്സ്ട്രാ 1 രൂപ പോലും അടയ്ക്കാതെ കൃത്യമായി നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ഈ 2 months ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പരിമിതമായ സീറ്റ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിമിതം എന്ന് പറയുന്നത്? പലരും ചിന്തിക്കും ഓൺലൈനായിട്ട് നടത്തുന്ന അക്കാഡമി അല്ലേ അത്ര, പിന്നെ അതിൽ എന്തുകൊണ്ടാണ് സീറ്റ്സ് വളരെ കുറവാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാം. അതിനുള്ള കാരണമാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പലരെയും നമ്മളൊരു അക്കാഡമിയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അക്കാഡമിയുടെ ഒരു മുന്നോട്ടുള്ള ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ വായിച്ച് പഠിച്ച് അവരുടെ റിസൾട്ടിലൂടെയാണ് ഇനി അടുത്ത സ്റ്റുഡൻസ് അറിയാൻ, അങ്ങനെയാണ് ഈ ഒരു അക്കാഡമി കൂടുതലായിട്ട് പോപ്പുലറൈസ് ചെയ്ത് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ അവർക്ക് വേണ്ട രീതിയിലും നമ്മുടെ ഒരു അക്കാഡമിയുടെ വേണ്ട പെർസെപ്ഷനിലും അതിലെ പെർസ്പെക്റ്റീവിലും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ സീറ്റ്സിലേക്ക് അഡ്മിഷൻസ് നടത്താത്തത്. അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് മണിയല്ല, അതായത് പൈസയല്ല, പണമല്ല, പകരം നിങ്ങളുടെ റിസൾട്ടാണ്. എത്ര പേര് ജോയിൻ ചെയ്യുന്നോ ആ കുറഞ്ഞ പേരാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും അവരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ അക്കാഡമിയുടെ ഫോക്കസ്, ഇല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ മാസീവായിട്ട് കൂടുതൽ അഡ്മിഷൻസ് നടത്തി കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങി പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾ എന്താണോ ചെയ്യുന്ന നിങ്ങൾ കിട്ടുന്ന റിസൾട്ട് വെച്ച് പരിമിതപ്പെടുന്ന രീതിയിലല്ല ലിറ്റ്യൂർ അക്കാഡമി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരാളാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒരാളെ കൃത്യമായി വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഈ ഒരു ട്രാക്കിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പോവുക. മെറ്റീരിയൽസൊക്കെ ആദ്യം ലഭ്യമായിരിക്കും, പിന്നെ കൃത്യമായി പഠിക്കാനുള്ള ടൈം കൊടുക്കുന്നതായിരിക്കും, പിന്നെ മോക്ക് എക്സാമുകൾ, മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് ആയിരിക്കും. അതിനിടയിൽ പലർക്കും പല മെറ്റീരിയൽസ് ചിലപ്പോൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോൾ വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ട്സൊക്കെ ഏത് സമയത്താണ് നിങ്ങൾക്ക് സംശയം തോന്നുന്നത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ സ്പോട്ടിൽ തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നു. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ക്രാഷ് കോഴ്സ് നമ്മൾ നൽകുന്നത്. താരതമ്യേന ഈ ഫീച്ചേഴ്സും വാലിഡിറ്റിയും എല്ലാം ഉൾപ്പെടുത്തി താരതമ്യേന ഏത് അക്കാഡമി കൊടുക്കുന്നതിനേക്കാളും എത്രയോ രൂപ കുറച്ച് തന്നെയാണ് ലിറ്റ്യൂർ അക്കാഡമി ഈ ഒരു കോഴ്സും കൂടി കൊടുക്കുന്ന കാര്യം കൂടി ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഇനിയും നിങ്ങൾക്ക് മുന്നിൽ 70ഓളം ദിവസങ്ങളുണ്ട്. ഒരു 2 മാസം കൃത്യമായി പഠിക്കാൻ തന്നെ ഉണ്ട്. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നല്ലൊരു വൈസ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്യൂർ അക്കാഡമി. താങ്ക് യു.